ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്, കണ്ണൂർ കളിപ്പറമ്പ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ഇതാ അമ്മയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ തൊഴുതിട്ട് വരാം. നമുക്ക് ഇവിടുത്തെ അമ്പലം ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് ഭയങ്കര തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. ഉള്ളിൽ പോയി നോക്കാം. ഇവിടുത്തെ പ്രത്യേകത സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷമേ പൊന്നുങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരമാണ് വരുന്നത് അമ്പലത്തിൽ. ഗൈസ്, അപ്പോൾ ഇത് രാജരാജേശ്വര അമ്പലത്തിലെ ആനയാണ്. ആനേനെ കെട്ടിയിട്ടേ ഉള്ളൂ, മതം പൂട്ടിയാണെന്നോ അറിയില്ല. അവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ പോകുമ്പോൾ കണ്ടതാണേ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവരും കാണാൻ പറ്റും. ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ. 2 കുളമാണുള്ളത്. ഒന്ന് ഇപ്പുറത്തെ സൈഡും ഒന്ന് അപ്പുറത്തെ സൈഡും. അപ്പോൾ ഒരു കുളം നമുക്കെല്ലാവരും കാലത്ത് കഴുകാൻ പറ്റും. ഒരു കുളത്തിൽ കാലൊന്നും കഴുകാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് വേറൊരു കുളം. ഈ കുളത്തിൽ നമുക്കെല്ലാവരും കാല് കഴുകാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കാല് കഴുകാൻ പറ്റില്ല എന്നല്ലേ? അല്ല, ഇപ്പുറത്ത് കാല് കഴുകാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിലാണ് ഇവിടെ പ്രധാനത്തിൽ വരുന്നത്. കണ്ട, അത് പറഞ്ഞാൽ ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ പ്രതിമയാണ്. അത് വെങ്കല പ്രതിമയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങാം. ബയോ നല്ല ബേക്കുണ്ട്. വീണാൽ പിന്നെ കുളത്തിലേ വീഴുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ മഴയായതുകൊണ്ട് നല്ല ബേക്കുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് പോയിട്ടില്ലെങ്കിൽ വേറെ പണി വരും. ഇങ്ങനെയാണ് കാര്യം. ഇതാ ഫുള്ള് മീനാണേ. എന്താ മീൻകുട്ടികൾ കുറേ ഉണ്ട്. നമുക്ക് കുളത്തിലിറങ്ങി ഇനി കാലകീറ്റ് വേണം അമ്പലത്തിൽ കയറാൻ. എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇനി കാലായിട്ട് അമ്പലത്തിൽ പോവാം. ഓക്കെ. അപ്പോൾ കാല് എന്ന് കാണിച്ചടാ. വെയിറ്റ്. തമ്മ കാല് എന്നാണ്. ഇതാ ഇത് ഫിലോപ്പി തന്നെയാണ്. ഫിലോപ്പി. കാലുമിൽ കൊത്തുന്നുണ്ടാ. എൻ്റെ പോലെ. അപ്പോൾ ഇതാണ് വെങ്കല പ്രതിമ. ഈ അടുത്തൊരു കാണാൻ കഴിഞ്ഞാണേ. കണ്ടാ, ഇത് എത്രയോ കിലോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുവച്ചേ? വലുതാണേ. ഇതാണ് ഇപ്പുറത്തെ അമ്പലം വരുന്നത്. ഇത് എൻട്രൻസ് അമ്പലത്തിൻ്റെ. കൗണ്ടറിൽ നിന്ന് ഒരു പുഷ്പാഞ്ജലി മറ്റെല്ലാം കഴിപ്പിച്ച് നമുക്ക് വഴിപാടെല്ലാം കഴിച്ച് നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വലിയ ശിവൻ്റെ പ്രതിമയിൽ നമ്മൾ ഫോട്ടോയിൽ കണ്ടത് മറ്റേ മുരുടേശ്വരത്തിലാണേ. നമ്മൾ ഇനി ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. പിന്നെ മുരുടേശ്വരത്തിൻ്റെ ഉള്ളിൽ 1 മാസം മുന്നേ ചെയ്തതാണ്. ഇത് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. കാണാം. മുരുടേശ്വരത്തിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. പക്ഷേ ഇത് കയറാൻ പറ്റില്ല. ഇതൊരു പ്രതിമ മാത്രമാണ്. അപ്പോൾ അമ്പലത്തിനുള്ളിൽ പോകണം. അമ്പലത്തിനുള്ളിൽ ഫോൺ അലൗഡാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ അമ്പലത്തിനുള്ളിൽ കയറണം. അപ്പോൾ അമ്പലത്തിൽ ഉള്ളിൽ കയറാം. ബൈ ബൈ. അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് വരാം. ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാടും. നൈസാണ്. ഇതുണ്ടാ, ഇത് പഴയൊരു മോഡലെടുത്താണ് അമ്പലം. ഇതൊക്കെ റെയറാണ്. ഇങ്ങനത്തെ അമ്പലം റെയറാണ്. കൊത്തുപണിയും ചെയ്ത് വെച്ച അമ്പലം. നല്ല ഫ്രെയിം, ഫോട്ടോ ഷൂട്ടിനെല്ലാം പറ്റിയ ഫ്രെയിമെല്ലാം ഉള്ള സ്ഥലമാണേ. എന്താ 4 കെട്ടിലെ വീടും സൂപ്പറാ. ഇതാണ് അമ്പലത്തിൻ്റെ വഴിപാട് കൗണ്ടർ. ഓരോ വഴിപാടും അതിൻ്റെ അതേത് റേറ്റും എല്ലാം എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഏതാണ് സെലക്ട് ചെയ്തിട്ട് വഴിപാട് കഴിപ്പിക്കുക. അമ്മ വഴിപാട് കഴിപ്പിക്കാൻ പോയിട്ടുണ്ടേ. അപ്പോൾ വഴിപാട് കഴിപ്പിച്ചിട്ടാണ് നമുക്ക് അമ്പലത്തിൽ കയറാം. അമ്പലത്തിൽ കയറിയിട്ട് ഓരോ പൂജലും കഴിപ്പിക്കണ്ടല്ലേ. അങ്ങനെ വഴിപാടെല്ലാം കഴിച്ചിട്ട് അമ്പലത്തിനുള്ളിൽ കയറണം. പിന്നെ അവിടെ കുറേ ശിവൻ്റെ ഫോട്ടോ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടേ. കാണിച്ചു തരാം. കണ്ടോ നൈസല്ലേ. അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് ഇത്. ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ കയറുമ്പോൾ ഡ്രസ്സ് ഒക്കെ അയച്ച് കയറണമല്ലോ. ഇതാണ് അമ്പലത്തിൻ്റെ നമുക്ക് എന്നാൽ ഇതെന്ന് പറയാം പ്രദക്ഷിണം അല്ലേ. പ്രദക്ഷിണം വെക്കുന്ന ഏരിയ വഴി. അപ്പോൾ നമുക്ക് ഇനി പ്രദക്ഷിണം വെച്ചിട്ട് ഏതായാലും ഇനി 7 മണിക്ക് അമ്പലം തുറക്കുള്ളൂ. അപ്പോൾ അമ്പലം തുറക്കുന്നതല്ല, 7 മണിക്ക് എനിക്കുള്ളിൽ കയറാം. ഇപ്പോൾ
അമ്മക്കെല്ലാം 7 മണിക്കേ കയറിക്കൊടു. നീ കയറിക്കോ. ഞാൻ നേരെ ഉള്ളിൽ കയറി ഞാൻ ഇവരെ കൂട്ടാണ്ട് പോയാലോ ആലോചിക്കുന്നുണ്ട്. നീ കയറിക്കോ. നീ കയറിയിട്ട് ഞാൻ സന്ധ്യക്ക് കയറാം. അങ്ങനെ അമ്മ പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. ആ സമയത്ത് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ സമയം കൊടുക്കുക. അപ്പോൾ ഇപ്പം ആണുങ്ങൾക്ക് കയറാമെന്ന് പറയുന്നത്, പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. 7 മണി തൊട്ടാൽ കയറാൻ പറ്റുമെന്ന് പറയുന്നത്. ഇവിടെ കുറേ ദൈവത്തിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് അടുത്ത് അമ്പലത്തിൽ കയറാനുള്ള പരിപാടിയൊക്കെ എന്തായാലും ഇനി കുറച്ച് സമയം പോസ്റ്റ് ആവും. അത് നോക്കിയിട്ട് ആയില്ല. എന്തായാലും അമ്പലത്തിൽ കയറുന്ന പരിപാടിയാണ്. കർക്കിടക മാസമായതുകൊണ്ട് ആവശ്യത്തിന് തിരക്കെല്ലാം ഉണ്ട്. മുമ്പിൽ നല്ല തിരക്കാണുള്ളത്. അപ്പോൾ അടുത്ത അമ്പലത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഓക്കെ. കുറച്ച് മുന്നൊന്നും തിരക്കുണ്ടായില്ല, പക്ഷെ ഇപ്പം നോക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം. നല്ല തിരക്കായിട്ടുണ്ട്. നട തുറക്കാനായി. ഇപ്പം ലേഡീസിന് കയറാനുള്ള സംഭവം റെഡിയാവും. അപ്പോൾ എല്ലാ ലേഡീസും കയറും. ഇപ്പം ഞാൻ തിരക്ക് കാണിച്ചതേ. ഇതാണ് അവസ്ഥ. നല്ല തിരക്കായ. ഇതിലും കൂടുതൽ തിരക്കാവുന്ന വിചാരിക്കും. കാരണം കർക്കിടക മാസമല്ലേ, അപ്പോൾ തിരക്കാവും. സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല. കാരണം അവിടെ ചെണ്ടകൊട്ടും അല്ല നടക്കുന്നതുകൊണ്ട് സമയത്ത് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത്രേ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ബാഗ് പോലും കയറ്റാൻ പറ്റില്ല. ബാഗും ഫോണും ഒരു സാധനം കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കണം. ഇതിലും വല്ലാത്ത അവസ്ഥയാണ്. ഫോണ് കുഴപ്പമില്ല, ബാഗ് കയറ്റാൻ പറ്റാത്ത അങ്ങനത്തെ അവസ്ഥയാണ്. അതിലും ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. എന്നാലും പറയുന്ന ഇതാ ക്ലോക്ക് റൂമിൽ സാധനം കൊണ്ടുവെക്കണം. ക്ലോക്ക് റൂമിൽ ഇനി ഫോൺ വെച്ചാൽ നമുക്ക് പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്പലത്തിനുള്ളിൽ കയറി വന്ന് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫോണൊന്നും എലൗഡല്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുറത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത്, അതായത് അമ്പലത്തിൻ്റെ നടക്ക് പുറത്ത് മാത്രമേ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ സാധനങ്ങളിലും ബാഗ് കൊണ്ടാക്കണം. അപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് വരാം. ഏകദേശം അരമണിക്കൂർ ക്യൂ നിന്നിട്ട് അവസാനം നമ്മൾ പുറത്തിറങ്ങി. ഭയങ്കര തിരക്കാണ്. അപ്പോൾ നെയ്യമൃതം മറ്റേ പരിപാടിയിലുണ്ട്. ഏകദേശം നല്ല ഇരുട്ടായി. പ്രസാദം എടുത്തിട്ട് നോക്കാം. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ഇരുടായി. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലെത്തിയിട്ട് അങ്ങനെ 3/4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നാളെ ഒരു വ്ളോഗായിട്ട് പുതിയതായിട്ട് വരാം. അപ്പോൾ ശരി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ആൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ.